Good morning. Morning. Sajana madam, good morning. Morning. Good morning. Good morning. Good morning. Seena ma'am. Good morning. Start ചെയ്യാം. Okay. Start ചെയ്യല്ലേ? ഓക്കെ മാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബുക്ക് പ്രസൻറ്റേഷനിലൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചില ബുക്ക് പ്രസൻറ്റേഷനിൽ ചില ആശയങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ മനസ്സ് എന്താണ്? നമ്മുടെ മനസ്സ് നമുക്കറിയാം, മനസ്സിനെ നമ്മൾ കാണുന്നില്ല അല്ലേ? ഈ മനസ്സ് കാണാൻ കഴിയാത്തതും ആണെങ്കിലും അതിന് വളരെ ശക്തിയുണ്ട് അല്ലേ? ഇല്ലേ? അതായത് ഈ മനസ്സിന്റെ ശക്തി എന്താണ്? അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും തന്നെ ചില കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലേ? അതുപോലെ ചിലർ വിജയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അവർക്കതിന് കഴിയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ജോസഫ് മർഫിയുടെ ഈ ബുക്ക് അതിന് വളരെ വലിയൊരു എന്തുകൊണ്ട് ഒരാൾ വിജയിക്കുന്നു, എന്തുകൊണ്ട് ഒരാൾ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു, അതിനെക്കുറിച്ചാണ് ജോസഫ് മർഫി ഈ ബുക്കിൽ പറയുന്നത്. ജോസഫ് മർഫി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഈ ബുക്കിനെ വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് ചിലര് ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആവുന്നുണ്ട്, ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർ ആഗ്രഹിച്ച ജോലിയിൽ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ ചിലര് സമ്പന്നരാകുന്നു, ചിലര് പണമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ചിലര് നമുക്ക് കാണാം ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അവര് എന്ത് തുടങ്ങിയാലും അവര് സക്സസിലേക്ക് എത്തുന്നതായിട്ട് കാണാം. കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ എന്ത് ചെയ്താലും എന്തുകൊണ്ടാണ് അയാൾ ഇത്രയും പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് എത്തുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഡോക്ടർ ജോസഫ് മർഫിയുടെ ഈ ബുക്ക്. അപ്പോൾ അദ്ദേഹം ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1963 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഏറ്റവും ലോകത്തിലെ തന്നെ സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ, അതുപോലെ തന്നെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ബുക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഈ ബുക്ക്. ഇന്നും ആളുകൾ ഈ ബുക്ക് വളരെയധികം ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രെയിനിങ് മേഖലയിലൊക്കെ അല്ലെ, ട്രെയിനർ എന്നുള്ള ലെവലിൽ മുന്നോട്ട് പോകുന്നവരും ടീച്ചേഴ്സ് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിൽ ഈ ബുക്കിന്റെ ഏറ്റവും പ്രധാനമായ ആശയം എന്ന് പറയുന്നത് മൈൻഡ് ഈസ് എവരിത്തിങ്, മനസ്സാണ് എല്ലാം. അതുപോലെ തന്നെ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായി നിങ്ങൾ തീരുന്നു എന്നാണ് ഈ ബുക്കിൽ പ്രധാനമായും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ബുക്കിന്റെ ഉള്ളടക്കത്തിലേക്ക് നീങ്ങാം. ആദ്യം തന്നെ ഈ ബുക്കിൽ 20 അധ്യായങ്ങളാണുള്ളത്. ഇതിലുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ, നമ്മളെ റൈറ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആത്മീയ ചിന്തകനും അധ്യാപകനും ആയതുകൊണ്ട് തന്നെ ഈ ബുക്ക് വളരെ ശാസ്ത്രീയമായ രീതിയിൽ, പ്രായോഗികമായ രീതിയിലാണ് അദ്ദേഹം ഈ ബുക്കിന്റെ ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങളിലൂടെയും
ഉദാഹരണങ്ങളിലൂടെയുമാണ് ഈ ബുക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനക്കാരെ പിടിച്ചിരുത്താൻ കഴിയുന്ന നല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ബുക്കിന്? ഇനി നമുക്ക് ബുക്കിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ അധ്യായത്തിൽ 20 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു നിധി പേടകം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ നിധി പേടകം എന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, നിധി പേടകം എന്നത് നമ്മുടെ മനസ്സിനെയാണ്. ആ മനസ്സ് തന്നെ, അതായത് ഇദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിന്റെ രീതിയിൽ പറയുന്നത്. ഒന്ന് ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡും, രണ്ട് സബ് കോൺഷ്യസ് മൈൻഡും. അപ്പോഴും ഈ നിധി പേടകം എന്ന് ഉദ്ദേശിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ മാസ്മരിക ശക്തിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരും. ആ സബ് കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സിൽ നമ്മൾ എന്തൊക്കെ പറയുന്നു അത് അതേപടി പകർത്തുക, അല്ലെ പകർത്തുന്ന ആളാണ് യഥാർത്ഥത്തിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മോർണിംഗിൽ നമ്മൾ ഈ ബുക്കിലൂടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നല്ല ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കുക. നല്ല ചിന്തകൾ നമ്മൾ കൊണ്ടുവരിക. ആ ചിന്തയുടെ റിസൾട്ടാണ് ഓരോരുത്തരും എന്നാണ് അദ്ദേഹം ചുരുക്കി പറയുന്നത്. ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അതായിട്ട് ഞാൻ തീരുന്നു. അതായത് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് നമ്മളെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല ട്രെയിനർ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ടീച്ചർ ആവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ ഒരു നല്ല ചിന്തകള്, അല്ല എനിക്ക് ട്രെയിനർ ആവണം, അത് നിരന്തരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്കത് റിയൽ ആക്കി തരും. യാഥാർത്ഥ്യത്തിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ എത്തിക്കും എന്നതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിത് നമ്മുടെ മനസ്സിനോട് നമ്മളിത് ആവർത്തിച്ച് പറയുക. നിങ്ങൾക്ക് എന്താണോ നേടേണ്ടത് ആ നേടേണ്ട കാര്യത്തെ നമ്മൾ ആവർത്തിച്ച് പറയുക. അതായത് അതിന് അദ്ദേഹം പറയുന്നത്, ഇപ്പൊ ഒരു കപ്പല് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെ ക്യാപ്റ്റൻ എന്താണ് ചെയ്യുന്നത്, ആ കപ്പിത്താനാണ് അതിന് വേണ്ട കപ്പൽ മൂവ് ചെയ്യേണ്ടതിന്റെ എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ നിർദ്ദേശങ്ങൾ എപ്പോഴും നല്ല നിർദ്ദേശങ്ങളായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരു കപ്പൽ എങ്ങനെ ഒരു കപ്പിത്താൻ നിയന്ത്രിക്കുന്നുവോ അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ അല്ലെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ നിയന്ത്രിക്കണം എന്നതാണ്. അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ ബുക്കിലൂടെ പ്രധാനമായിട്ട് പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. അടിയുറച്ച വിശ്വാസം, അതായത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എനിക്കത് കഴിയും, അല്ലെ? അങ്ങനെ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കത് കഴിയും എന്ന് നമ്മൾ പവറോടുകൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഉറപ്പോടുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കത് കഴിയും. അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കത് കഴിയുമോ, എനിക്ക് കഴിയില്ല, അല്ലെ? ഒരു വിദ്യാർത്ഥികളാണെങ്കിലും ആരായാലും ശരി, നമ്മൾ നേടേണ്ടത് നമുക്കത് കഴിയില്ല എന്ന് നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ് കോൺഷ്യസ് മൈൻഡ് അത് അതേപടി പ്രവർത്തിക്കും. അതേ സമയത്ത് നമ്മൾ പറയാണ് എനിക്കത് കഴിയും, അല്ലെ? എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റും എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മളെ എത്തിക്കാൻ കഴിയും. അതുപോലെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്വലൈസേഷനെ കുറിച്ചാണ്. ജോസഫ് മർഫി ഈ വിശ്വാസത്തിന്റെ കേസിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് രോഗം മാറിയ കഥകള്, ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് പേർക്ക്
പല എന്താണ് ഏറ്റവും മാറാത്ത പല രോഗങ്ങളെ പോലും ആ രോഗിയുടെ മനസ്സിന്റെ വിശ്വാസം കൊണ്ട്, ഉറച്ചൊരു വിശ്വാസത്തിലൂടെ മാറിയതായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണം പറയുന്നത്, ഒരു രോഗി ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആ സിറ്റുവേഷനിൽ അയാൾ വിചാരിക്കുകയാണ്, ക്രിസ്മസ് വരുന്നുണ്ട്, December 25th ക്രിസ്മസ് ആണ്, പക്ഷെ എനിക്ക് ക്രിസ്മസിന് എൻ്റെ വീട്ടിലെത്തണം, അവിടുന്ന് എനിക്ക് ക്രിസ്മസിൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കണം, ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ല, അതൊക്കെ അയാൾ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് അയാൾ അങ്ങനെ നിത്യം അത് തന്നെ അയാളുടെ ഉപബോധ മനസ്സിലേക്ക് അയാൾ കൊണ്ടുവരികയും അങ്ങനെ അയാൾക്ക് കൃത്യമായിട്ട് December 24th അയാൾക്ക് അയാളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയാൾക്ക് പോവാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. അതുപോലെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ അല്ലെ, ചില ആളുകൾ പല അതിജീവനത്തിന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. എന്തിനേറെ ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ പോലും പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി അല്ലെ, പക്ഷെ അവരുടെ ഒരു മൈൻഡ് പവർ കൊണ്ട് അവര് മുന്നോട്ട് വന്നതായിട്ട് നമ്മൾ ഓരോ സ്റ്റോറി കാണാറുണ്ട്. അത് സത്യത്തിൽ അതാണ്, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. ആ ഒരു പവർ നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ അങ്ങനെ ഒരു പവർ ഏറ്റവും ഉണ്ടാക്കണമെങ്കിൽ മറ്റൊന്ന് ഇദ്ദേഹം ഈ ബുക്കിൽ പറയുന്നത് നമ്മൾ നെഗറ്റീവ് ചിന്തകളെ അവോയ്ഡ് ചെയ്യാനാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരിക. എന്ന് നമ്മൾ നെഗറ്റീവ് ചിന്തകളെ ക്യാൻസൽ ചെയ്യാൻ പഠിക്കുന്നുവോ, അല്ലെ ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് ചിന്തകളെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അന്ന് വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അത് വളരെ ഏറ്റവും എഫക്റ്റീവാണ്. ഞാൻ ഈ ബുക്ക് വായിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന ഒരു കാര്യം അതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ എല്ലായ്പ്പോഴും ചിലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് കൂടുതലും പോസിറ്റീവ് ചിലപ്പോൾ വരുന്നതിനേക്കാളും നെഗറ്റീവ് വരാറുണ്ട് പല ആളുകൾക്കും. അതിലൊക്കെ അല്ലാത്ത ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ഒഴിവാക്കുക. അത് നെഗറ്റീവ് ചിന്തയാണ് എന്നുള്ള ഒരു സത്യത്തെ മനസ്സിലാക്കിയിട്ട് അതിന് പകരം നമ്മൾ അവിടെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. നെഗറ്റീവ് ചിന്തകൾ എല്ലായ്പ്പോഴും നമ്മളെ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. പിടിച്ചെടുത്താൽ നമ്മൾ അവിടെ അവിടെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പോസിറ്റീവ് ചിന്തകൾ നമ്മളെങ്ങനെ മുന്നോട്ട് നയിക്കുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകത പറയുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഭയത്തെക്കുറിച്ചാണ്. അതും നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. 19ാമത്തെ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം ഭയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഭയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്. അതങ്ങനെ തന്നെ അയാൾ പറയുന്നുണ്ട്. ഭയം എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ആ ഭയത്തെ നമ്മൾ ഒഴിവാക്കാൻ, അല്ലെ ഭയത്തെ ഇല്ലാതാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ സക്സസ് ആവുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതായത് പലപ്പോഴും നമ്മൾ മുന്നേറാനുള്ള ഓരോ ശ്രമങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഇത്തരം ഭയങ്ങളാണ്. ഭയം എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും സൊസൈറ്റിയെ ഭയക്കും അല്ലേ. അതായത് നല്ലത് ചെയ്യുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ഒരു നെഗറ്റീവ് രീതിയിലല്ല. നല്ലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ അതിന് പോയാൽ, അല്ലെ ഞാൻ ഇന്ന കോഴ്സ് എടുത്താൽ അത് പരാജയപ്പെട്ടാൽ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കില്ല, അയ്യോ എന്തുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ആ ഭയം നമ്മളെ പിന്നോട്ട് വലിക്കും. അതുപോലെ തന്നെയാണ് ഈ ഭയം പല രീതിയിലുണ്ട് അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു ഡ്രൈവ് ചെയ്യാനുള്ള ഭയം, പിന്നെ അതുപോലെ തന്നെ പല ആളുകൾക്ക് എന്തിനേറെ എസ്കലേറ്റർ കയറാനുള്ള ഭയം, ഇങ്ങനെ പല തരത്തിലുള്ള ഭയങ്ങൾ ഓരോ മനുഷ്യനും ഉണ്ട്. ഈ ഭയത്തെ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭയത്തെ ഒഴിവാക്കാൻ അദ്ദേഹം പറയുന്നത്, ഭയം നമ്മൾ എന്തിനെ കുറിച്ചാണോ ഭയക്കുന്നത് ആ കാര്യം നമ്മൾ ചെയ്യുക തന്നെ വേണമെന്നാണ് പറയുന്നത്.
അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. എത്രത്തോളം ഭയന്ന് നമ്മൾ പിന്നോട്ട് മാറുന്നുവോ ഒരിക്കലും ആ ഭയം നമ്മളിൽ നിന്ന് മാറില്ല. അതേസമയം ഭയക്കുന്ന കാര്യത്തെ ധൈര്യപൂർവം ചെയ്യാനാണ് ഡോക്ടർ ജോസഫ് മർഫി ഈ ബുക്കിലൂടെ നമ്മളോട് പറയുന്നത്. അതും വളരെ ഏറ്റവും ആകർഷിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഭയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം മറ്റൊരു അധ്യായത്തിൽ പറയുന്നത് മനസ്സിൽ എന്നും യുവത്വം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മളൊരു ഏജ് അല്ലെ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എനിക്ക് പ്രായമാവുകയാണ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് ആളുകൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഏത് ഏജ് അത് വളരെ കാണുമ്പോൾ നമുക്ക് സക്സസ് ഒരു ഭയങ്കര ഹാപ്പി തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. പലരും അല്ലെ പല ഏജ് ഏറ്റവും ഉള്ള ആളുകൾ പോലും അവര് ഇന്നത്തെ ആ ഒരു എന്താ പറയാ ന്യൂജൻ കുട്ടികളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇന്നത്തെ വൈബിനനുസരിച്ച് മാറ്റങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നല്ല മാറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഇത് കൂടെ ഇന്നത്തെ ആളുകൾ ഓർമ്മിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോഴും ഒരു പ്രായം കൂടുന്തോറും മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ജീവിക്കാതെ മനസ്സിലെന്നും യുവത്വത്തെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഇതിൻ്റെ ആവശ്യകത കൂടി ജോസഫ് മർഫി പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റാണ്. അതായത് നമ്മളിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ നമ്മൾ ഓരോ ഇതിലെത്തുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അതിന് അദ്ദേഹം പറയുന്നത് ആ മനസ്സ് യുവത്വം സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മളുടെ കൂട്ടായ്മയെ കുറിച്ച് അല്ലെ നമ്മുടെ ഗ്രൂപ്പ് അത് ഏതാണോ നമ്മൾ എന്നും എന്നും നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പുകളുമായിട്ടാണോ നമ്മൾ സംവദിക്കുന്നത് അല്ലെ ആ രീതിക്കനുസരിച്ച് നല്ല നല്ല ആശയങ്ങളും നമ്മളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ വിഷ്വലൈസേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ അഫർമേഷൻ അല്ലെ അതായത് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഞാനത് അല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് എനിക്കത് സംഭവിച്ചതുപോലെ അല്ലെ എനിക്ക് ഇന്ന ആളാവണം അങ്ങനെ എന്നും ഡെയിലി നമ്മുടെ മനസ്സിനോട് പറയാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴതിനനുസരിച്ച് പ്രവർത്തിക്കും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു പ്രധാന പോയിന്റ് അദ്ദേഹം പറയുന്നത് കാലഭേദം മന്യേ വിജയം കൈവരിച്ച ആളുകൾക്കൊക്കെ അവരുടെ വിജയരഹസ്യം എന്ന് പറയുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കാനുള്ള പവറായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരുടെയും വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ അതായത് ഇതിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അതിനോട് നിരന്തരം പറയുക തന്നെ വേണം. പിന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ പറയാണ് അപ്പൊ അതുപോലെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്ത് പ്രോബ്ലം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമ്പോഴും ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തന്നെ നമുക്ക് പരിഹാരം കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊക്കെ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മനസ്സിലാവട്ടെ. അപ്പൊ നമ്മൾ ഈ ഡെയിലി അലാറം വെച്ച് ഉണരേണ്ട ആവശ്യം ശരിക്കും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ പറയണം എനിക്ക് ഇത്ര സമയത്ത് 5 മണിക്ക് എനിക്ക് എഴുന്നേൽക്കണം എന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഉപബോധ മനസ്സ് നമ്മളെ ഉണർത്തും എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ താനെ യാതൊരു അലാറത്തിൻ്റെ ആവശ്യമില്ലാതെ നമ്മൾക്ക് എഴുന്നേൽക്കാൻ കഴിയും എന്ന് അത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പവറുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുണ്ട്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ അതുപോലെ തന്നെ നമ്മുടെ അതായത് ഏതൊരു വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതായത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പൂർണ്ണമായും ബോധവാന്മാരാകണം എന്നാണ്. അതായത് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലേ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട്. ഈ നല്ലൊരു ഭൂമിയിൽ നമുക്ക് ഇത്രയും നമ്മുടെ ഈ നല്ലൊരു പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ നല്ല നല്ല പ്ലസ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനൊക്കെ എപ്പോഴും നമ്മൾ
താങ്ക് യു, നന്ദി പ്രകാശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം, നന്ദി ഉള്ളവരാവണം എന്നാണ്. ഈ നന്ദിയിലൂടെ, അതായത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ എന്താണ്, പിന്നെ ഈ കമ്പാരിസൺ, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. കമ്പാരിസൺ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും വലിയ പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാറുണ്ട്, അല്ലേ? ഞാൻ അതുപോലെ ആയില്ല, അല്ലെ? എനിക്കിപ്പോൾ ഒരു വീട്ടിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു 3 മക്കൾ 4 മക്കളുണ്ടെങ്കിൽ 4 പേരും 4 രീതിയിലായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോരോ സ്പെഷ്യാലിറ്റികൾ, എന്താണ്, ഓരോരോ കഴിവുകളായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ അതൊരിക്കലും നമ്മൾ പാരൻസ് ആണെങ്കിലും നമ്മൾ മക്കളെ ഒരിക്കലും കമ്പയർ ചെയ്ത് നമ്മൾ സംസാരിക്കരുത്. ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണെങ്കിലും നമ്മൾ ഒരിക്കലും അവിടെയുള്ള ക്ലാസ്സിൽ പല ബുദ്ധിയിലെ ഇൻ്റലിജൻറ്റ് കപ്പാസിറ്റി പല രീതിയിലായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ അവർ ഓരോരുത്തരോട് നീ അവനെ പോലെ അല്ലല്ലോ, അവൻ ഫുൾ മാർക്ക് വാങ്ങി, അല്ലേ? പലപ്പോഴും പറയാറുണ്ട്, അല്ലേ? വീട്ടിലെത്തുമ്പോൾ പാരൻസ് 3 4 മക്കൾ, 2 3 മക്കളുണ്ടെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ നീ എന്താ അവനെ പോലെ ആവാത്തത്? നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള, അല്ലെ, അവരുടേതായിട്ടുള്ള പ്രത്യേക കഴിവുകൾ ഉണ്ടാവും. അതൊരിക്കലും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഈ താരതമ്യ പഠനം എന്ന് പറയുന്നത്, ആ ചിന്തകൾ പോലും ഒഴിവാക്കാൻ വേണ്ടി ജോസഫ് മർഫി പറയുന്നുണ്ട്. പിന്നെ ജോലിയെക്കുറിച്ച്, ഒരു ജോലി നിങ്ങൾക്ക് നേടണമെങ്കിൽ അതിന് ഒരുപാട് എക്സ്പീരിയൻസ്, ഉദാഹരണം ഞാൻ പറഞ്ഞില്ല, വളരെ ലളിതമായ ലാംഗ്വേജ് ആണ് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ജോസഫ് മർഫി. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജോലി കിട്ടിയ ഒരുപാട് ആളുകളുടെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് വന്നപ്പോൾ അയാൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ, അപ്പോൾ എന്ന ജോലി വേണമെന്ന് പറയുമ്പോൾ അയാൾ കിട്ടിയതായിട്ട് കാണാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും അങ്ങനെ അതിനു വേണ്ടി ശ്രമിക്കാനും അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് അതൊക്കെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറികൾ അദ്ദേഹം ഇതിൽ ഉദാഹരണ സഹിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എല്ലാവർക്കും തന്നെ ഇത് ഒരു മാർഗദീപമായിട്ട് തന്നെ ഈ ബുക്കിനെ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1963 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും ആ ബുക്കിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടെ ഇന്നത്തെ ആളുകളും അത് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ട്രെയിനിങ് ഫീൽഡിലും അതുപോലെ ടീച്ചിങ് ഫീൽഡിലും ഏതൊരു മേഖലയിലും ഈ ബുക്കിൻ്റെ പല കാര്യങ്ങളും നമുക്ക് പല ആശയങ്ങളെയും നമുക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഈ ബുക്കിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു, വാട്ട് യു തിങ്ക് യു ബിക്കം. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായിട്ട് നമുക്ക് മാറാൻ കഴിയും. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഏറ്റവും നമ്മൾ എന്താണോ പറയുന്ന വാക്കുകൾക്ക് കൂടി ഇവിടെ പ്രാധാന്യമുണ്ട്. അതും കൂടെ ഈ ബുക്കിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താണോ പറയുന്നത് ആ വാക്കുകളെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവർ, നമ്മുടെ മാസ്മരിക ശക്തി നമ്മുടെ സബ് മൈൻഡിനുണ്ട്. അതുകൊണ്ട് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കണം, എനിക്ക് അല്ലെ പണമില്ല, അല്ലെ എനിക്ക് യാതൊരു സുഖവുമില്ല, അല്ലെ എനിക്ക് അതിന് കഴിയില്ല. നമ്മൾ അതിങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും സബ് മൈൻഡ് അത് ക്യാച്ച് ചെയ്ത് അതുപോലെ തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുക. അതുകൊണ്ട് നമ്മൾ വാക്കുകൾക്ക് പോലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടെ ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമായിട്ട് തന്നെ നമുക്ക് പറയാം. പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, നിന്റെ ഫ്യൂച്ചർ അല്ലെ മറ്റാരാലും എഴുതപ്പെടുന്നില്ല. നിന്റെ ഫ്യൂച്ചർ അല്ലെ നിന്റെ ഭാവി നിർണയിക്കുന്നത് നീ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരാളല്ല, നമ്മുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അത് വളരെ കറക്റ്റാണ്. അത് മറ്റുള്ള ഒരാളെ പറഞ്ഞിട്ടോ അല്ലെ മറ്റുള്ളവരെ ഒരുപാട് കംപ്ലൈൻറ്റ് അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു കാര്യത്തിന് എത്താത്തതിന് അല്ലെ മറ്റുള്ളവരെ പഴിചാരുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസണും നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും.
അത് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഹാർഡ് വർക്കോ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് സംഭവിച്ചതായിരിക്കാം. ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അവയർനെസ് അല്ലെ ആ ഒരു നോളജ് നമ്മളിലേക്ക് എത്താത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാരണത്താലായിരിക്കാം. അതിനൊന്നും നമ്മൾ മറ്റൊരാളെ പഴിചാരേണ്ടതിൻ്റെ ആവശ്യകതയില്ല. പഴിചാരരുത്, അല്ലെ മറ്റുള്ള ഒരാളിലേക്ക് നമ്മൾ അതിൻ്റെ കുറ്റം ആരോപിക്കപ്പെടരുത്. അത് നമ്മൾ തന്നെ സ്വയം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ബുക്ക് ശരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് വളരെ പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്കൊക്കെ എങ്ങനെ, എനിക്ക് ചില കുട്ടികൾ പറയാറുണ്ട് എനിക്കിത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് അത് ആ കുട്ടി അത് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എത്താണ്. അതേ സമയത്ത് എനിക്കത് കഴിയും എന്നുള്ള ഒരു ലെവലിലേക്ക്, ആ ഒരു മനോഭാവത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരാനും ടീച്ചേഴ്സിന് കഴിയണം. അതായത് ആ കുട്ടിയുടെ ആ ഒരു തെറ്റായ ചിന്തയെ മാറ്റിക്കൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള, അതായത് അദ്ദേഹം പറയുന്നത് നല്ല വിത്തുകൾ വിതയ്ക്കൂ എന്നാണ്. നമ്മുടെ മനസ്സിലേക്ക് നല്ല നല്ല വിത്തുകൾ നിറയ്ക്കൂ. അപ്പോൾ ആ വിത്തുകളിൽ നിന്ന് വളരെ നല്ല പൂക്കൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് ഞാൻ ഈ വേളയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ രാവിലത്തെ ഈ ഒരു മോർണിംഗ് തന്നെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് നല്ല നല്ല വിത്തുകൾ പാകും. ആ വിത്തുകളിൽ നിന്ന് നല്ല നല്ല പൂക്കൾ വിരിയാൻ സാധിക്കട്ടെ ഈ ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ. ഇപ്പോൾ ജോസഫ് മർഫിയുടെ ഈ ബുക്ക് എല്ലാവർക്കും നല്ലൊരു പ്രചോദനമായ ബുക്കാണ്. അത് എല്ലാവരും വായിക്കേണ്ടതാണ്. വായിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അതൊന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഓരോ കോട്ടിങ്സും എഴുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതൊന്ന് എടുത്തു നോക്കുന്നതും വളരെ നല്ലതാണ്. ഏറ്റവും നല്ല ഒരു നമുക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. അതായത് പലപ്പോഴും രോഗികളാവുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴും ഒന്ന് തളരാതെ നമ്മുടെ മനസ്സിനെ അല്ലെ എന്തെങ്കിലും പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ ആ പരാജയ ഭീതിയെ മാറ്റിക്കൊണ്ട് മുന്നേറാനും കൂടെ നമുക്ക് കഴിയണം. ആ പരാജയത്തിൽ നിന്ന് പെട്ടുപോവാതെ ഈ പരാജയത്തിൽ നിന്ന് എനിക്ക് ഉയരണം, എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു എന്നുള്ള ആ ഒരു ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ മാസ്മരിക ശക്തി എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. റജിന മാം. ആ മാം കേൾക്കുന്നുണ്ട്. 6 മണി ആയില്ലേ അല്ലേ? 6 o'clock ആയല്ലോ അല്ലേ? എന്താണ്? ആ അല്ല 6 മണി ആയല്ലോ അല്ലേ എന്ന് പറയാ. അതെ അതെ. അടിപൊളിയായിരുന്നു മാം ക്ലാസ്. എന്തായാലും ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവൂലേ ഈ ബുക്ക്? ഞാൻ കുറേ നാള് മുമ്പ് ഈ ബുക്ക് വായിച്ചപ്പോ എനിക്ക് അങ്ങോട്ട് ക്ലിക്ക് ആവണുണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് ടൈം വായിക്കുമ്പോ ചിലപ്പോ നമുക്ക് കേറൂല. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ വായിക്കുമ്പോഴാണ്. പിന്നെ മാം പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കണം ഈ ബുക്ക്, ഇങ്ങനത്തെ ബുക്കൊക്കെ. അതെ. താങ്ക് യു നിഷ മാം. മാം അതില് ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഒരു 6 വർഷം കഴിഞ്ഞിട്ടാണ് ഓടിക്കാൻ പേടിയായിട്ട് പിന്നെ സ്കൂട്ടർ ഓടിച്ചു തുടങ്ങിയത്. അതൊരു നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ ഓടിച്ചതായിരുന്നു. ഇതുപോലെ എനിക്ക് പറ്റൂല എന്നുള്ളൊരു ആ ഒരു തോട്ടം വെച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു, പേടിയാണ് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടേ. ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്, ലൈസൻസ് കയ്യിലുണ്ടാവും പക്ഷെ അവർക്ക് ഭയം കൊണ്ട് മാറി നിൽക്കുന്നത്. അതല്ലാട്ട് പല രീതിയിലുള്ള ഭയങ്ങളും ഉണ്ടല്ലോ. ചില ജീവികളോടുള്ള ഭയം, അങ്ങനെ പല കാര്യങ്ങളും
അതൊക്കെ ശരിക്കും അതങ്ങനെ മൈൻഡിൽ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി പോവും ശരിക്കും. അത് മാറിയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. മാം, ഞാൻ ക്ലാസ് മുഴുവനായിട്ട് കേട്ടില്ല. ആ ആ പുസ്തകത്തിന്റെ ഗ്രൂപ്പിലിടണേ. ഹലോ. ഹലോ. ഇപ്പോഴാണോ മാം കയറിയത്? അല്ല, ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടാ കയറിയത്. പുസ്തകത്തിന്റെ പേര് ശരിക്കും ആണല്ലേ? കേട്ടില്ല. ഓ അതൊന്ന് ഓ ഗ്രൂപ്പിലിടൂ. ഓ. ആയിക്കോട്ടെ. അന്ന് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? സാർ എല്ലാവരും ഉണ്ടല്ലോ. നമുക്ക് എന്താണ് സജ്ജന മാം ബാക്കി കാര്യങ്ങൾ എന്നാല്? ആനീസ മാം പറഞ്ഞത് ഗ്രൂപ്പിൽ ആ ബുക്കിന്റെ പേരിടാൻ പറഞ്ഞതായിരുന്നു കേട്ടോ മാം. ദ പവർ ആണല്ലേ? ഓഫ് ഓ സബ്കോൺഷ്യസ് ജോസഫ് അതെ. മെർസി. അതും ആയിക്കോട്ടെ. ഞാനും സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഈ ബുക്ക് 2 വേർഷനും, അതായത് ഇംഗ്ലീഷിന്റെ ഒറിജിനലും ഉണ്ട്, അതേപോലെ തന്നെ ഈ മലയാളവും ഉണ്ട് കേട്ടോ. രണ്ടും എന്താന്ന് പറഞ്ഞാൽ മോൾക്ക് ഇംഗ്ലീഷേ പറ്റുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മൈൻഡിലേക്ക് എന്താ പറയുക, അത് പിന്നെ ആദ്യകാലത്തെ ഉള്ളതായതുകൊണ്ടായിരിക്കും മലയാളം കുറച്ചുകൂടി ഒരു ഭയങ്കര ഇഷ്ടമാണ്. അത് മനസ്സിലാക്കാനുള്ളൊരു സുഖവും കൂടെ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ടും എൻ്റെ കയ്യിലുള്ളതാണ് ഇവിടെ. ഇതാണ് ബുക്ക് കേട്ടോ, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. മോളുടെ ഒരു ടീച്ചർ സജസ്റ്റ് ചെയ്തതിന്, അപ്പൊ ഞാൻ അവൾക്ക് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണ് ഈ ബുക്ക്. കാരണം അവൾക്ക് ബുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അധികം ബർത്ത്ഡേക്കും ഡ്രസ്സിനേക്കാളൊക്കെ ഭയങ്കര താല്പര്യം. പിന്നെ അത് ഡിമോട്ടിവേറ്റ് ചെയ്യാറില്ല, കാരണം റയർ ആയിട്ടാണല്ലോ ഇപ്പൊ കുട്ടികൾക്ക് ബുക്കിനോടുള്ള ക്രേസ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഞാൻ കൂടുതൽ ബുക്കാണ് വാങ്ങിക്കൊടുക്കാറുള്ളത്. അതിലുള്ള ഒരു ബുക്കാണിത്. അപ്പൊ മോളിത് വായിച്ച് പിന്നെ ഞാനും വായിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു ഇത് തോന്നി. അപ്പോഴൊന്നുകൂടെ അതൊരു എഫക്റ്റീവ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എന്ത് ചെയ്യണം, ഡോക്ടർ ജോസഫ് മർഫിയുടെ മലയാളം ബുക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞാനും ഈ ബുക്ക് തന്നെയാ മലയാളം വായിച്ചിട്ടുള്ളത്. മലയാളം ഏ ഞാനും ഇത് തന്നെയാ വായിച്ചിട്ടുള്ളത്. പക്ഷെ ഇംഗ്ലീഷ് നല്ല ഒന്നുകൂടി ഒരു സുഖമാണ് കേട്ടോ. പക്ഷെ എനിക്ക് അത് എന്താന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് അങ്ങനെ അത് എൻ്റെ ഒരു ഇതായിരിക്കാം. മലയാളത്തിലുള്ള മലയാളത്തിൽ എനിക്ക് വായിക്കുമ്പോൾ മലയാളം കിട്ടുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ഞാൻ എന്നിട്ട് അത് വായിക്കൽ നിർത്തി. ആണോ? അത് ശരിയാ. ഭയങ്കര കട്ടിയാണ്. ഒരു ആ പ്രയോഗങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് വായിക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ഫസ്റ്റ് വായിച്ചപ്പോ നല്ല ബുക്കാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷെ ഫസ്റ്റ് വായിച്ചപ്പോ എനിക്ക് അങ്ങനെ ക്ലിക്ക് ആവാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ വീണ്ടും വീണ്ടും വായിക്കുമ്പോ റെഡി ആയിപ്പോ. വീണ്ടും ഓരോ എന്താണ് നമ്മളെ ഓരോ ബ്ലോക്കുകൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന അതൊക്കെ എങ്ങനെ തടസ്സങ്ങളെ മറികടക്കണം എന്നോ അങ്ങനെയൊക്കെ പലതും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ പോലെ റഫ് സാർ പറഞ്ഞ പോലെ മലയാളം ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളവർക്ക് മലയാളം എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ ചില അല്ല, വാക്കുകളുടെ മീനിങ്. ലാംഗ്വേജിന്റെ പ്രശ്നമല്ല. അതായത് അത് ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ ആണോ അതും എന്നറിയില്ല. പ്രശ്നമാണ്. ഈ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അങ്ങനെ അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ റഫ് സാറേ? ചിലത് അതെ. അത് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മളെ കയ്യിലുണ്ടായി രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് നോക്കിയാലേ നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. ചില ട്രാൻസ്ലേഷൻ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. സാറ് പറഞ്ഞ സത്യാട്ടോ. ഇതിന്റെ മൊത്തം ഇത് പറയണമെങ്കിൽ നമ്മൾ ബോധപൂർവം നമ്മളുടെ ചിന്തകളെ കൊണ്ടുവരണം. കാരണം നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്താണ് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുക. അതെ. അതും നെഗറ്റീവ് വേഗം പെട്ടെന്ന് ആവും തന്നെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? അല്ല, എന്തൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറയണേ. ഞാൻ പിന്നെ മോളായതിന് ശേഷം എനിക്ക് പിന്നെ ഇവിടെ എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ വൈഫിന് ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിരുന്നു, ട്യൂബിലുള്ള. അപ്പൊ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇതിങ്ങനെ വരികയായിരുന്നു. ഒരു പ്രഗ്നൻസി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ട്യൂബിൽ ആ ഒരു ഇത്, കാരണം ഞാൻ അവരുടെ എല്ലാ പ്രോബ്ലവും കണ്ടതാണല്ലോ. അത് ശരിക്കും ഞാൻ ഏത് സമയവും ഞാൻ ആ ചിന്ത തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് സെക്കൻഡ് ടൈമിൽ എനിക്ക് അതേ തന്നെ സംഭവിച്ചു.
അത് എന്തുകൊണ്ടെന്ന് അറിയില്ല. അപ്പോൾ ശരിക്കും നമ്മളെ മനസ്സിന്റെ ഒരു പവർ, അതായത് എപ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് അതുപോലെ വരിക എന്നുള്ളത് ചില സമയത്ത് ഞാൻ മനസ്സിലാക്കിയ നെഗറ്റീവ് ഏറ്റവും പെട്ടെന്ന് തന്നെ വരും എന്നുള്ളതാണ് കേട്ടോ. നെഗറ്റീവ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് കൂടുതലാണല്ലോ, അതിന്റെ ആ റെപ്പിറ്റേഷൻ അതുകൊണ്ടാണ്. കൂടുതലാണ്. ആ നെഗറ്റീവ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നെഗറ്റീവായിട്ടൊരു കാര്യം തോട്ട് നമുക്ക് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ, കുറെ ആ റിപ്പീറ്റേഷൻ അനുസരിച്ച് ആ ഒരു ഉപബോധ മനസ്സിൽ ആ ഒരു ഇതിന്റെ ഇത് കൂടി അതെ ആ അതെ ചിന്ത അതെ. റിപ്പീറ്റേഷൻ അനുസരിച്ച് ആ നെഗറ്റീവ് പോസിറ്റീവ് നമ്മൾ ചിന്തിക്കൽ കുറവ്. അത് കുറച്ച് വർഷം മുന്നേ അതിനുശേഷം കേട്ടേക്ക് ബുക്ക് കിട്ടി. അത് ഞാൻ സത്യം പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഈ നെഗറ്റീവ് ചിന്ത പാടില്ല, അഥവാ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഞാനത് ക്യാൻസൽ ചെയ്യേണ്ട ഏതെങ്കിലും മെത്തേഡ്, ഒന്നുകിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നീങ്ങും, അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേൾക്കാൻ നോക്കും. ഞാൻ ആ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ വരുമ്പോഴേക്ക് തന്നെ അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ശരിക്കും എനിക്ക് ഈ ബുക്കിലൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സീന മാം, ആ എനിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇപ്പോ നമ്മള് ഞാൻ ബ്രോട്ട് അപ്പ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ് ആണ്. പക്ഷെ കേരളത്തിലേക്ക് വന്ന ശേഷം എനിക്ക് അത് ഒരുപാട് ഈ പറയണതൊക്കെ കേട്ടിട്ട് ഇപ്പൊ മാം പറയണത് കൊണ്ട് എനിക്ക് ഫീൽ ആവണത് അത് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പുറത്ത് എങ്ങനെ വരാം, പക്ഷെ ഇറ്റ്സ് ഭയങ്കര ഡിഫിക്കൾട്ട് ആണെന്നാണ് തോന്നുന്നത്. അത് നമ്മളെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇൻഷുറൻസിന് എഫേർട്ട്, നമ്മൾ സേഫ് സോൺ, കംഫർട്ട് സോണിലേക്ക് പോയി, കംഫർട്ട് സോൺ അല്ല, എന്തിനാണ് ഈ ഒരു ഇതിനെ നമ്മൾ ആവശ്യമില്ലാതെ ഫേസ് ചെയ്യുന്നത്, അതിലെ പ്രോബ്ലംസിലേക്ക് നമ്മൾ പോവോ, പിന്നെ എന്തായിരിക്കും നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ ഉണ്ടാവുമെന്നാണ് ഇപ്പൊ മാം ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്. സോ ഒന്ന് എന്തെങ്കിലും മാം ഇതിൽ നിന്ന് പുറത്തു വരാൻ ഒരു വാട്ട് ക്യാൻ ബി ഡൺ നമ്മളിത് പറയാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ബി വെൽ ആൻഡ് ഗുഡ്. എനി വൺ ഈ ഗ്രൂപ്പില് സംടൈംസ് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസസ് ഉണ്ടാവും. എനിവേ ഐ എം ടു ലേറ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ടീച്ചിങ് ഫീൽഡും ഇങ്ങനെ ലീഗൽ ഫീൽഡ് ഉള്ളത് കൊണ്ട് നമ്മളുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ മാതിരിയുള്ള വിക്ടിംസ് എന്ന് പറയാം, ഇവരെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇന്നലെയും ഞാൻ മോളുടെ അടുത്ത് പറയുമ്പോ അവൾ കൂടുതൽ എഫേർട്ട് ഇടുന്നില്ല, നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്തിലേക്ക് നോക്ക്, നീ ട്രൈ ചെയ്. ഇതേ മോനാണെങ്കിൽ മോൻ രണ്ടുപേരിൽ കമ്പയർ ചെയ്യുമ്പോൾ എബിലിറ്റി കുറവാണ് മോൻ. ദാറ്റ് ഈസ് കമ്പാരിസൺ, നോട്ട് കമ്പയറിങ്. ബട്ട് അങ്ങനെ അവനായിട്ട് പറയണതാണ്. പക്ഷെ മോൾ പറയണ അമ്മ എനിക്കും എബിലിറ്റി ഇല്ല. സോ ദാറ്റ് മീൻസ് ഐ ഫെൽറ്റ് ദാറ്റ് ആഫ്റ്റർ ഹിയറിംഗ് യുവർ ക്ലാസ് this has been imbibed in her mind that she can't do anything, means she is not having ability. ഇതിലിരുന്ന് എങ്ങനെ പുറത്തേക്ക് വരാമാണ്? അതായത് ഇതിൽ നിന്ന് പുറത്ത് കടക്കാന്നുള്ള ഈ നെഗറ്റീവിന്റെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്നല്ലേ മാം ഉദ്ദേശിക്കുന്നത്? Yes ma'am. ആ അതിൽ നമുക്ക് എല്ലാവരും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, എല്ലാവരിലും കഴിവുണ്ട്. അതായത് ഞാൻ പറഞ്ഞ സൃഷ്ടിച്ചല്ലേ, ഇപ്പൊ പറയുകയാണെങ്കിൽ സൃഷ്ടാവല്ലെ ദൈവം അങ്ങനെയൊക്കെ പറയാലോ. എല്ലാ മനുഷ്യരും എന്തെങ്കിലും ഒരു നല്ല കഴിവുകൾ തന്നിട്ടുണ്ട്, തീർച്ചയാണ്. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ അത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം മാമിനായാലും ആർക്കായാലും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ എന്താക്കണോ, ഏറ്റവും കൂടുതൽ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ നെഗറ്റീവ്, അതായത് നമ്മളെ ലിമിറ്റേഷൻസിനെ നമ്മൾ ഒന്ന് കുറച്ചുകൊണ്ട്, അല്ലെ ആ ലിമിറ്റേഷൻസ് ഇല്ലാത്ത, എല്ലാവരും പൂർണ്ണരല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഓവർ പെർഫെക്ഷൻ നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ നമ്മളിലുള്ള കഴിവ് എന്താണോ ആ കഴിവിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിലൂടെ മുന്നേറാൻ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കതാ തോന്നുന്നത്. അതായത് പിന്നെ ഓരോരുത്തർക്കും ഓരോ സജഷൻ ഉണ്ടാവട്ടോ. മാമിൻ്റെ ഈ ഒരു പ്രോബ്ലം കേട്ടിട്ട് ഇപ്പോൾ റൗസാറായാലും ആരായാലും ഒരുപാട് പേരുണ്ടല്ലോ നമ്മൾ ഇതിൽ. അത് ശരിക്കും ഒരു ഡിസ്കഷൻ പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അവർക്ക് എങ്ങനെ ഞങ്ങൾ ചെയ്യണം അല്ലേ, അല്ലെ എന്താണ്, അപ്പോൾ ആകെ നിരാശയിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ മറികടക്കണം എന്നുള്ളത്, ഒന്നാമത് അവർക്ക് ഒരിക്കലും അവരുടെ കഴിവിന്, ഒന്നാമത് അവർ ചിലപ്പോൾ അവരുടെ കുട്ടിക്കാലമൊക്കെ മുതലേ ഉള്ള അവരുടെ ഒരു എന്താ പറയാ, നമ്മളൊരു
ഒരു എന്താ പറയാ നെഗറ്റീവ് മറ്റുള്ളവരിൽ നിന്നൊക്കെ കേട്ടിട്ട് അതങ്ങനെ മൈൻഡിൽ ഉറച്ചു പോയൊരു സംഭവമായിരിക്കും. അപ്പൊ അത് നമ്മൾ തന്നെ നമ്മളെ എന്ത് ചെയ്യണോ, അല്ല എനിക്ക് കഴിവുണ്ട്, അല്ലെ ഇന്ന കഴിവുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് മുന്നേറാൻ കഴിയണം. അത് വളർത്തിയെടുക്കണം നിരന്തരം നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ട്. യെസ് മാം, താങ്ക് യു മാം. ഓക്കെ, ട്രൈ ചെയ്യാം, പറയാം എല്ലാവരുടെ അടുത്തും. അതെ. whomever I meet. Thanks a lot, ma'am. അതായത് ചിലർക്ക് എന്താണ്, അപ്പൊ ചിലർ പറയാം എന്താണെന്നറിയാം മാം, എനിക്കൊന്നും ഇപ്പൊ ചില ക്ലയന്റ് നമ്മളെടുത്ത് വന്നാൽ എനിക്ക് ഒരു കഴിവുമില്ല, ഞാൻ ഒന്നിനും Yes, പറ്റില്ല. ക്ലയന്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ മക്കളൊക്കെ ഇപ്പം ഞാൻ എൻ്റെ yes, yes. മോളാണെങ്കിൽ ഇടയ്ക്ക് പറയും മോള്, എനിക്കൊരു കഴിവുമില്ല അമ്മേ, മറ്റേ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവരിങ്ങനെ Yes, കമ്പയർ yes. ചെയ്യാണല്ലോ. അപ്പോൾ നമ്മൾ അതെ, അതെ. പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്, കഴിവുണ്ട്. പക്ഷെ അത് ഒരിക്കലും അഹങ്കരിക്കുന്ന ലെവലിലേക്ക് ഓവർ കോൺഫിഡൻസ് ഉള്ള കഴിവേ പറയാവുള്ളൂ Yes, കേട്ടോ. അത് വലിയൊരു പ്രശ്നമുണ്ട്. yes, നമ്മളെ yes, കുട്ടി ma'am. അതാണ് എന്താ പറയാ സൂപ്പർമാന്റെ ശക്തി ആ രീതിയിൽ പറഞ്ഞു കൊടുത്താല് Yeah, yeah, കുട്ടീന്റെ മൈൻഡിൽ അതന്നെ അങ്ങോട്ട് സെറ്റ് ആവും. അപ്പൊ ഇങ്ങനെ yeah. തോറ്റു പോകുമ്പോ എന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതും പാടില്ല. യഥാർത്ഥത്തിലുള്ള കഴിവ് എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഇന്നത് എനിക്ക് Yes, യോജിച്ചതല്ല, ഒരു ഫീൽഡൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കരിയർ മേഖലയിലൊക്കെ ഒരു ഡൗട്ട് ആയിട്ട് ഒരു കുട്ടി വരുമ്പോൾ അവരുടെ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കഴിയാത്ത മേഖലയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ ഒരു കപ്പാസിറ്റി നിങ്ങളിൽ കുറവാണ്, അതിന് പകരം വേറൊരു കഴിവ് ഉണ്ടാവും, അതിനെ വളർത്താൻ വേണ്ടി പറയാ. yes, ma'am. Thank you, ma'am. ഓക്കെ, വെൽക്കം. അല്ലെ സജ്ജന മാം, എന്തൊക്കെയാണ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എല്ലാവർക്കും. ഒരുപാട് ടെക്നിക്സ് ഒക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അതെല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ. ഓക്കെ മാം, എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഇനി ആർക്കെങ്കിലും പറയാനുണ്ട് ആഡ് ചെയ്യാം. അപ്പൊ മാം പറഞ്ഞ പോലെ അതെ, എന്തെങ്കിലും ആഡ് ചെയ്യട്ടോ, എന്ത് വേണം. അതായത് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മള് അത് നേരത്തെ സജന മാം പറഞ്ഞില്ലേ ഡ്രൈവിങ്ങിന്റെ കാര്യം, ഉം. അത് ഞാൻ ഈ സൈക്കോളജി ക്ലാസ്സിൽ കേട്ടിട്ടുള്ള നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര ബോധേഡായിരിക്കും, ഗിയർ മാറിയോ, ബ്രേക്ക് ചവിട്ടണോ, മിററിൽ നോക്കും, വണ്ടികൾ വരുന്നുണ്ടോ, അങ്ങനെ. പക്ഷേ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിന് ചിന്തിക്കാനുള്ള കഴിവില്ല. അത് നമ്മൾ എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക, അങ്ങനെയാണ് അതുപോലെ അതെ. സബ് കോൺഷ്യസ് മൈൻഡ്. ഉം. ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളൊന്നും ചിന്തിക്കില്ല, ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ വണ്ടി ഓടിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളൊരിക്കലും ഗിയർ മാറിയോന്നോ അല്ലെങ്കിൽ വണ്ടി വരുമെന്നോ ബ്രേക്ക് ചവിട്ടണമെന്നോ, ബ്രേക്ക് നമ്മളറിയാതെ അങ്ങ് ചവിട്ടി പോകുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും എന്താണെങ്കിലും കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അത് മാറ്റാനുള്ള വഴി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ, അതെ അതെ, അത് ചെയ്യാനും ക്ലിയർ ആയിരുന്നല്ലോ. ഏതാ പ്രശ്നം ക്ലിയർ ആയിരുന്നു. അല്ല, അത് ഫിയർ വരുന്നത് കൊണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിപ്പോഴും കോൺഷ്യസ് മൈൻഡിലേക്ക് കിടക്കുന്നത്. അത് റിപ്പീറ്റഡ് ആയി ചെയ്ത് ചെയ്ത് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മാറ്റിയാൽ പിന്നെ ഫിയർ വരില്ല. കാരണം അത് ചിന്തിക്കാനുള്ള കഴിവില്ല, ചിന്തിക്കുന്നതുകൊണ്ടാണ് പേടി വരുന്നത്. എന്തോ പറ്റും അങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് ശരിക്കും അല്ലേ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ഭയമാണല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് പ്രധാനം. താങ്ക് യു മാം, നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു റഫ് സാർ. ഇന്നിപ്പോ ശരിക്കും ഏതോ ഒരാളതായിരുന്നു അല്ലേ മാം, എന്താ പറ്റിയത് അവർക്ക് സജന മാം? അതെ, ഇന്ന് അവർക്ക് എന്തോ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഇന്നത്തെ ദിവസം തന്നെ വന്നു. അവരുടെ മദറിന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ഡേയിലോട് പോകണ്ടെന്ന്. അപ്പൊ അങ്ങനെ മാറ്റിയതായിരുന്നു. ആയിക്കോട്ടെ, സിനിമ എടുത്തതായിരുന്നു. ശരി മാം. ഏതായാലും വിംബിൾ അക്കാദമിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ടീമിനും എല്ലാവർക്കും എന്നെ ഇത്രയും നേരം കേട്ട എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ
അവസാനിപ്പിക്കുകയാണ് അല്ലെ സജന മാം? ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തൂടെ? താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ബൈ.